ഒരു ക്രിസ്പി ചിരിക്കുടുക്കൻ ഉണ്ടാക്കിയാൽ നമുക്ക് കേട്ടാ സൗണ്ട് കേട്ടില്ലേ ഇതാണ് ഞാൻ ആ പറഞ്ഞ ക്രിസ്പി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു 2, 3, 4 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോറിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴച്ചെടുക്കില്ലേ ആ ഒരു പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ആ ഒരു കോൺഫ്ലോറിൻ്റെ പൊടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി വ്യത്യാസം എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിന് അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പരത്തി എടുക്കുക. ഇനി നമുക്കിനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ഉണ്ടല്ലോ മക്കൾസിന് നമ്മൾ ആ മരുന്നൊക്കെ കൊടുക്കുന്ന ആ ഒരു മൂടിയില്ലേ ആ സാധനം വെച്ചിട്ടാട്ടാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് തിന്നായിട്ടൊന്നും ഇതിനെ പരത്തി എടുക്കരുത് കേട്ടാ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു ചിരിക്കണ പോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക. കണ്ണിന് വേണ്ടിയിട്ട് സ്ട്രോ കൊണ്ട് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്മൈൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഓരോ സ്മൈലും അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടാ. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ശരിക്കും ഉണ്ടല്ലോ ഈ സ്മൈലിനൊക്കെ എണ്ണയിലോട്ട് പെറക്കിരുന്ന സമയത്തെ എണ്ണയുടെ ചൂട് കൊണ്ടാണോ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാണോ അതാവോ ആ ഒരു ചിരിക്കണ മുഖം ചിലതിനൊരു പുച്ഛഭാവം വരും, ചിലതിനൊരു സങ്കടഭാവമൊക്കെ വരും. എണ്ണ കുടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ടിട്ടാ. ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ സ്മൈലി, പൊട്ടറ്റോ സ്മൈലി?